ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 41 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 42-ാമത്തെ ശ്ലോകം നോക്കാം. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവ അർജുന വിഷ്ടഭ്യാഹമിദം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. അർജുന, അഥവാ അല്ലെങ്കിൽ, ഏതേന ബഹുന ജ്ഞാതേന ഇതെല്ലാം വിസ്തരിച്ച് അറിഞ്ഞതുകൊണ്ട്, തവഹ നിനക്ക്, കിം എന്ത് പ്രയോജനം, ഇതം കൃത്സ്നം ജഗത് ഈ പ്രപഞ്ചം മുഴുവനും, ഏകാംശേന ഒരു ചെറിയ അംശം കൊണ്ട്, വിഷ്ടഭ്യ വ്യാപിച്ച്, അഹം ഞാൻ, സ്ഥിതഃ സ്ഥിതി ചെയ്യുന്നു. ഹേ അർജുന, അല്ലെങ്കിൽ ഇതെല്ലാം വിസ്തരിച്ച് അറിഞ്ഞതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? ഈ പ്രപഞ്ചം മുഴുവനും ഒരു ചെറിയ അംശം കൊണ്ട് വ്യാപിച്ച് ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും അന്തഃസത്തയായി വർത്തിക്കുന്നത് ഈശ്വരനാകുന്നു. ആ ചൈതന്യമില്ലെങ്കിൽ ഒന്നിനും നിലനിൽപ്പില്ല. സകല ദേവതാസ്വരൂപങ്ങളും ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പോലും ഭഗവത് വിഭൂതിയുടെ അംശങ്ങൾ മാത്രമാകുന്നു. സർവ്വന്തര്യാമിയായ പരമാത്മാവിൻ്റെ ഭാവത്തിൽ ഈശ്വരൻ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു. ഈ പ്രപഞ്ചം തന്നെ ആ ഈശ്വര ഭാവത്തിൻ്റെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവ്വന്തര്യാമിയായ പരമാത്മാവിൻ്റെ ഭാവത്തിൽ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഈശ്വരാംശമല്ലാതെ ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. തേജസ്സോ സൗന്ദര്യമോ ശക്തിയോ ഐശ്വര്യമോ എവിടെ കണ്ടാലും അവയെല്ലാം ഈശ്വര ചൈതന്യത്തിൻ്റെ സ്ഫുരണങ്ങളാണ് എന്ന് ധരിക്കുക, അവയെ ആദരിക്കുക, നമിക്കുക. ഈശാവാസ്യം ഇതം സർവം. ഈശ്വരനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സകലതും. അതാണ് ഈശ്വരൻ്റെ വിഭൂതി അഥവാ മഹിമ. ഇതാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചത്. അപ്പോൾ ഈ ശ്ലോകത്തോടു കൂടി വിഭൂതി യോഗം എന്ന 10-ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത് സുബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ വിഭൂതിയോഗോ നാമ 10-മോ അധ്യായം സമാപ്തം. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.